അച്ഛൻ പറയാണ്, അതിലൊന്ന് രുചി. രുചി, ടേസ്റ്റ്, കണ്ണിന്റെ ടേസ്റ്റ്, കാതിന്റെ ടേസ്റ്റ്, നാവിന്റെ ടേസ്റ്റ്. ചില ആളുകൾ ഇങ്ങനെ ടേസ്റ്റ് നോക്കി നടക്കുകയാണ്. എനിക്ക് എവിടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും എന്ന് നോക്കി നടക്കുന്ന സാഹചര്യം ഒരു പുള്ളിപ്പുലിയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് കാർന്ന് തിന്നും. മറ്റൊരു പുള്ളിപ്പുലി എന്ന് പറയുന്നത് സംസാരപ്രിയമാണ്. അവരിങ്ങനെ എല്ലാവരും കണ്ട് ബിളബിളബിളാന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു സംസാരപ്രിയത്തിൻ്റെ പുള്ളിപ്പുലി. ആ പുള്ളിപ്പുലിയും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കൃപകളെ കാർന്നു തിന്നും. മൂന്നാമതൊരു പുള്ളിപ്പുലിയാണ് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രശംസ എന്ന് പറയുന്ന ഒരു പുള്ളിപ്പുലി. എനിക്ക് ഇവിടെ ബഹുമാനം കിട്ടി, എനിക്കിവിടെ ആദരവ് കിട്ടി, അല്ലെങ്കിൽ എനിക്കിവിടെ സ്ഥാനം കിട്ടി, ഞാൻ അങ്ങനെ ഈ ലോകത്തിൻ്റെ ബഹുമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ത്വര നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ത്വരയും ഒരു പുള്ളിപ്പുലിയാണ്. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയെ കാർന്ന് തിന്നുന്നവയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള പുള്ളിപ്പുലി, ഒന്നാമത്തെ പുള്ളിപ്പുലിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്ന് കണ്ടെത്തിയവരൊന്ന് കൈവക്കിയേ. ആഹാ, ഈ പറഞ്ഞതൊക്കെ വേറെ ആരെ കുറിച്ചാണോ എന്ന് വിചാരിച്ചിട്ടല്ലേ? ഇല്ല, ഇത് അച്ഛൻ നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഇല്ല, ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറയും, എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അച്ഛനെ ചില ആളുകൾ മുറിയിൽ വന്നിട്ട് പറയാറുണ്ട്, അച്ഛൻ ഇന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ, എന്നെ അദ്ദേഹം ഉദ്ദേശിച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, എന്നാൽ അപ്പോൾ ഇപ്രകാരമുള്ള ജീവിത രീതിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ അല്ലേ, ചില ആളുകൾക്ക് ആനന്ദം ഈ സുഖങ്ങളാണ്. കണ്ണിന്റെ, കാതിന്റെ, നാവിന്റെ സുഖങ്ങളാണ് അവരുടെ ആനന്ദം. ചില ആളുകൾക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടക്കുന്നതാണ്, സംസാരപ്രിയമാണ് അവരുടെ ആനന്ദം. ഇതിന് പതുക്കെ വർത്തമാനം പറയാൻ പറഞ്ഞാൽ പോലും അവർ കേൾക്കില്ല, പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ആനന്ദം. മൂന്നാമതായിട്ട് അവരുടെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിന്റെ പ്രശംസയാണ് അവരുടെ ആനന്ദം. ഹല്ലേലൂയ. അല്ലേ, ഞാൻ ഇട്ട പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടി, ഞാൻ ഇട്ട പോസ്റ്റ് എത്ര പേര് കണ്ടു. ഹല്ലേലൂയ. യെസ്. പക്ഷേ സങ്കീർത്തകൻ പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. വലതുകരം വലുത് വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ വരുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ഭർത്താവ് ഭാര്യയോട് ചേരും എന്ന് പറഞ്ഞ ആ അതേ വാക്കാണ് ഇവിടെ സങ്കീർത്തകൻ ഉപയോഗിക്കുന്നത്. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ ഒരു മണവാട്ടി മണവാളനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ മനുഷ്യാത്മാവ് ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ആരെയാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഓടിച്ചെല്ലുന്നത് ആരുടെ അടുത്തേക്കാണ്? എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്കാണ്. നിനക്കൊരു സങ്കടമുണ്ടെങ്കിൽ നീ എവിടേക്ക് ഓടിച്ചെല്ലും? നിനക്കൊരു സന്തോഷമുണ്ട്, അത് പങ്കുവയ്ക്കാൻ നീ എവിടേക്ക് ഓടിച്ചെല്ലും? കർത്താവിൻ്റെ. സങ്കടമുള്ളപ്പോൾ മാത്രമല്ല കേട്ടോ, ഒരു സന്തോഷമുണ്ട്, അത് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നീ എങ്ങോട്ടാണ് ഓടുന്നത്? സങ്കടമുള്ളപ്പോൾ നമ്മൾ വിളിക്കുന്നത് കർത്താവിനെയാണ്, സന്തോഷമുള്ളപ്പോ ഹല്ലേലൂയ.
അപ്പോൾ സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പങ്കുവെക്കാൻ വേണ്ടി നീ കർത്താവിൽ അഭയം പ്രാപിക്കുക. എന്നിട്ട് പറയാം, ഈ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ അമ്മ അഭയം പ്രാപിച്ചത് എവിടെയാണ്? കർത്താവിലാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു 5 സന്തോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, തന്നെ ഈശോയ്ക്ക് പിതാവായ ദൈവത്തിന് ഹിതത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്നതായി